ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് എത്തും. അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാചകത്തിൻ്റെ റെസിപ്പി ഒന്നും അല്ല കേട്ടോ. എൻ്റെ വീട് തൊട്ടടുത്താണെങ്കിലും ഞാൻ വീട്ടിൽ പോയൊന്നും നിൽക്കാറില്ല. കുറച്ച് നേരമൊക്കെ നിൽക്കും, പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അല്ലെങ്കിൽ ഒരുപാട് നാൾ കൂടുമ്പോൾ ഒരു ദിവസമൊക്കെ ഒന്ന് നിൽക്കും കേട്ടോ. അമ്മച്ചിയൊക്കെ വീട്ടിലുള്ളപ്പം അഭി വരാറുള്ള സമയത്ത് ഒരു ദിവസം കഴിവതും നിൽക്കാൻ നോക്കും. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വലിയ നിൽപ്പൊന്നും ഞാൻ അടുത്ത് വീടായിപ്പോയാൽ ഇങ്ങനെയൊക്കെയുള്ള പതിവാണ് സംഭവിക്കാറ്. എനിക്ക് മാത്രമല്ല, വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന എല്ലാവർക്കും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. എന്താണെങ്കിലും അമ്മച്ചി ഇവിടെ ഇല്ല, ബാംഗ്ലൂരാണെന്ന് നിങ്ങൾക്ക് അറിയാം. എൻ്റെ ഒപ്പം തന്നെ അമ്മച്ചി ബാംഗ്ലൂരിലേക്ക് പോയേക്കുന്നതാണ്. അപ്പോൾ എൻ്റെ മൂത്ത ആങ്ങളെയും പിള്ളേച്ചിയൊക്കെ വീട്ടിലുണ്ട്. അതൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ മൂത്ത ആങ്ങളെ എന്നോട് പറഞ്ഞു, ഇന്നിവിടെ നിൽക്കാക്കച്ചി, നാളെ പോകാമെന്നൊക്കെ. എന്ത് ചെയ്താൽ ഞാൻ നിന്നിട്ടില്ല. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മച്ചി അഭിയും വരുമ്പോൾ നിന്നെ ഇവിടെ കണ്ടുപോയേക്കല്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അന്നും നിന്നില്ല കേട്ടോ. എങ്കിലും ഇന്ന് വീട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ച് ഞാൻ പോയതാണ് കേട്ടോ. ഉടനെ തന്നെ അമ്മച്ചി അഭിയൊക്കെ വരും. അപ്പം അങ്ങനെ വീട്ടിൽ പോകേണ്ടി നിൽക്കേണ്ടി വന്നാണ്. ചെന്നാൽ അവനെ ഇറക്കി വിടുന്നതിന് മുമ്പ് ഞാൻ വീട്ടിലൊരു ദിവസം അവനെ പറ്റിക്കാനായിട്ട് പോയി നിൽക്കുന്നതാണ്. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താന്ന് പറയുമെങ്കിലും തൊട്ടടുത്തല്ല, കുറച്ച് അപ്പുറ സൈഡാണ്. 2 ജംഗ്ഷനാണ്, തൂക്കുപാലത്തിൻ്റെ ഇങ്ങേ സൈഡും അങ്ങേ സൈഡും. ഉച്ച കഴിഞ്ഞ് പെട്ടെന്ന് തീരുമാനിച്ചാണ് വീട്ടിൽ പോകുന്ന കാര്യം. അത് അപ്പച്ചീനെയും നാത്തൂനെയൊക്കെ വിളിച്ച് വരുമെന്ന് പറഞ്ഞ ശേഷം പെട്ടെന്ന് എനിക്ക് കേക്ക് ഓർഡർ വന്നു. അതൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണമായിരുന്നു പിന്നെ പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് താമസം. 5:30 സമയമൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും നല്ല മഴയ്ക്കുള്ള മൂടൽ വന്ന് ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സൂപ്പർ മഴ ഇങ്ങ് വന്നു. അതുകൊണ്ടാണ് പകുതി വെച്ചിട്ട് വീഡിയോ നിർത്തിയത്. ആ വഴി കുറച്ചുകൂടി മുന്നോട്ട് വരണം, അപ്പോഴേ വീടെത്തുള്ളൂ. അതാണ്ട് ഇവിടെ ഞാൻ വന്ന് ചായ വെച്ച് കുടിക്കാനായിട്ടാണ്. ഞങ്ങൾ വരുമെന്ന് പറഞ്ഞത് കേട്ടതേ പോയി കപ്പയും ചിക്കനും ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ ഫസീനയും വാപ്പിച്ചിയും കപ്പയും ചിക്കനും ഒക്കെ വെക്കുന്ന തിരക്കിലാണ്. ഇവിടെ ദാണ്ട് ഇച്ചപ്പം ഞങ്ങളെ കണ്ട സന്തോഷത്തിലാണ് കേട്ടോ. ഞാൻ ചായ ഇടുമ്പോൾ എൻ്റെ കൈ വരാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് ബഹളം കാണിക്കുന്നത്. അങ്ങനെ അവനെ ഞാനൊന്ന് എടുത്തത്. അവന് വേണ്ടി തട്ടുംപുറത്തിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി അങ്ങനത്തെ ടിന്നൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൈ ചാടി വന്നേക്കുന്നത്. ചൂണ്ടിക്കാണിച്ച് ബഹളം വെക്കും എടുത്ത് കൊടുക്കാനായിട്ട്. എടുത്ത് കൊടുക്കുന്നില്ലെന്ന് കാണുമ്പോഴത്തേനും അവൻ അടുത്ത ആളുടെ കയ്യിലേക്ക് ചാടിപ്പോകും കേട്ടോ. അതുകൊണ്ട് ഇവിടെ സൈറാമോക്ക് ഒരു പാലായിട്ട് എടുത്ത് കൊടുക്കും. പാലെടുത്ത് കഴിഞ്ഞ് സൈറാമോളും ഞാനും കൂടെ വലിയൊരു യുദ്ധം കഴിഞ്ഞ്. ഞാൻ പൊതുവേ പഞ്ചസാര ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ മക്കൾക്കും ഞാൻ അധികം പഞ്ചസാര കൊടുക്കുകയില്ല. മക്കൾക്ക് കൊടുക്കുന്ന കണക്ക് ഇവിടെ സൈറാമോക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തപ്പോൾ സൈറാമോൾ ഇവിടെ വയലൻ്റ് ആയിരുന്നു. ഉച്ചയോടും ഫസീനയോടും ഒക്കെ മാറി മാറി പരാതി പറഞ്ഞുകൊണ്ടായിരുന്നു. മാമി എനിക്ക് പഞ്ചസാര ഇട്ട് ഇളക്കിയില്ലെന്ന് എന്തൊക്കെയോ പരാതികളായിരുന്നു. സത്യം പറഞ്ഞാൽ മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പഞ്ചസാര ഞാൻ അവൾക്ക് ഇട്ട് കൊടുത്തിരുന്നു. എന്നിട്ടും അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോൾ തന്നെ എടുത്ത് കുടിച്ചിട്ടങ്ങ് പോയി. ഞാൻ വീട്ടിൽ എടുക്കുന്ന ചായയൊക്കെ കാണുന്നല്ലേ, അപ്പോൾ ഇത്രയും കടുപ്പമൊന്നും ഇല്ല. ഇവിടെ വാപ്പച്ചിക്ക് കടുപ്പം വേണം, ഫസീനയ്ക്കും വേണം. അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് ഞാൻ അങ്ങ് എടുത്തതേ ഉള്ളൂ. ഞാനിട്ടുകൊണ്ട് തന്നെ അവർക്ക് പറ്റിയ കടുപ്പം വരെ ആയില്ലെന്നാണ് അവൾ പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ അകത്ത് ചായ കുടിയും പരിപാടിയൊക്കെ ആയിട്ട് നടന്നപ്പോൾ വെളിയിൽ നല്ല മഴ തകർക്കുകയാണ്. ഇത്രയും ദിവസം തെളിഞ്ഞ് എൻ്റെ കേട് തീർത്തുകൊണ്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്.
അങ്ങനത്തെ ചായക്ക് കടിക്കാനായിട്ട് ബോണ്ട, പരിപ്പ് വട, ഉള്ളിവട, എൻ്റെ സ്പെഷ്യലാണ് കേട്ടോ ബോണ്ട. വാപ്പച്ചി ഞാൻ വരുന്നത് കേട്ടാലേ ബോണ്ട മേടിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ബോണ്ട. അതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഈ ബോണ്ടയൊക്കെ വാങ്ങിക്കുന്നത് ശനിയാഴ്ച ദിവസമാണ്. വാപ്പച്ചിക്ക് പണിക്കൂലിയൊക്കെ കിട്ടുന്ന ദിവസം ശനിയാഴ്ചയല്ലേ, അതുകൊണ്ട് തന്നെ വരുമ്പോൾ ഒരു ബോണ്ട മസ്റ്റായിട്ടും ആ പൊതിക്കുള്ളിൽ കാണും, ഒരു പരിപ്പ് വടയും കാണും. ബാക്കി വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഈ ബോണ്ട എനിക്കും പരിപ്പോട അമ്മച്ചിക്കും ഉള്ളതാണ്. ഇവിടുന്ന് സൈറാമോള് വഴക്കുണ്ടാക്കിയപ്പോൾ ഞാൻ വാപ്പച്ചിയോട് ചോദിച്ചു, വാപ്പച്ചി ഈ ബോണ്ട ആർക്കാന്ന്? വാപ്പച്ചി രണ്ടുപേരെയും പടക്കിക്കാതെ പറഞ്ഞ് മറുപടി എന്ന് പറഞ്ഞാൽ വേണ്ടിയവർ വേണ്ടിയതൊക്കെ തിന്നു പിള്ളേരെ. കേട്ടപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, കൊച്ചുമക്കൾ വന്നാൽ മക്കൾ പുറത്ത്. അങ്ങനെ വഴക്കൊക്കെ തീർത്ത് ഞാനും സൈറാമോളും കൂടെ ഉള്ള ബോണ്ടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കഴിച്ചു. സൈറാമോൾക്ക് ബോണ്ട വേണ്ടിയിട്ടൊന്നുമല്ല, എന്നോട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് സൈറാമോൾ ആ ബോണ്ട എനിക്ക് കൊടുത്ത് തരുന്നിട്ട് മാമി തിന്നോളാൻ പറഞ്ഞു. അപ്പോഴത്തേനും എൻ്റെ ചായയും കൂടെ തീർന്നു പോയി. എന്നാലും ബോണ്ടയല്ലേ, ചായ തീർന്നാലും ശരി. ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് നേരം മക്കളുടെ കളി നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം വാപ്പച്ചി മസീനൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞു. ഇപ്പൻ്റെയും ഭർത്താവിൻ്റെയും കളിയൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. അവൻ കുറച്ച് നേരം പുറകിലിരിക്കും, അടുത്തെന്ന് തോന്നുമ്പോൾ ഭർത്താവിനെ ഇറക്കി വിടുന്നൊക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു. അതൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം ഇരിച്ചപ്പം ഈ വണ്ടി തന്നെ ഓടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ഭർത്താവിനെ ഇറക്കി വിട്ടിട്ട് പറ്റുന്നില്ലെന്ന് കണ്ടപ്പോൾ തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്നതൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം ചിരിച്ചിരുന്നു. എന്നാലും അവൻ ഓടിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായപ്പോഴത്തേന് തിരിച്ച് എന്നാൽ പുറകിലിരിക്കാന്നൊക്കെ വിചാരിച്ച് പിന്നെയും പുറകെ കയറിയിരിക്കുവാണ്. പിള്ളേരുടെ കളിയെല്ലാം കണ്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. കുറേ പാത്രം കഴുകാനുണ്ട്, അതുകൊണ്ട് ഇവിടെ കപ്പയും ചിക്കൻ്റെയും ബാക്കി ഫസീനയ്ക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പണിയൊക്കെ പെട്ടെന്ന് തീർക്കാനായിട്ട് പണിയൊക്കെ തീർത്തിട്ട് നേരത്തെ കയറിപ്പോയി വീഡിയോ എഡിറ്റ് ചെയ്ത് തീരാനുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് പിള്ളേരുടെ ശബ്ദം കാരണം പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കറിയൊക്കെ വെച്ച് കഴിച്ചിട്ട് പിള്ളേരെയൊക്കെ നേരത്തെ കിടത്തി ഉറക്കി വീഡിയോ ആവുന്ന കരുതി പണികളൊക്കെ പെട്ടെന്ന് തീർക്കുകയാണ്. ഫസീനയുടെ ചിക്കൻ കറിയുടെയും കപ്പയുടെയും ഒക്കെ റെസിപ്പി കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ കാണിച്ചേക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കപ്പയുടെയും ചിക്കൻ കറിയുടെയും ഒന്നും റെസിപ്പി കാണിക്കുന്നില്ല. അതേ റെസിപ്പി തന്നെയാണ് അവൾ ഫോളോ ചെയ്തേക്കുന്നത്. എന്നെപ്പോലെ തന്നെയാണ്, ഒരുപോലെ അല്ല കറി വെക്കുന്നതെങ്കിലും വാപ്പച്ചി പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വെച്ചേക്കുന്ന പോലെ വെച്ചാൽ മതി കൊച്ചേ എന്ന് അവളോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ ആ റെസിപ്പി തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ റെസിപ്പി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. മുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇവയെല്ലാം നല്ലതുപോലെ ചതച്ചെടുത്ത ശേഷം എണ്ണയിലിട്ട് വഴറ്റിയെടുക്കും. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ആവശ്യത്തിന് സബോള കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കും. ഇതൊക്കെ ഇവിടെ വഴന്ന് വരുമ്പോഴത്തേക്കും ഒരു തക്കാളി എടുത്ത് എണ്ണയ്ക്കകത്തിട്ട് വാട്ടി ചിക്കൻ കറി വെക്കാനുള്ള മസാലകളെല്ലാം ഇട്ട് വഴറ്റിയെടുക്കും. വഴറ്റിയെടുത്തതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തിലൊക്കെ വഴറ്റി വന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ശേഷം ആ ഗ്രേവി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ പറക്കിയിട്ട് നന്നായി സെറ്റാക്കിയെടുത്ത് കുക്കറിലേക്ക് വെച്ച് 2 വിസിലടുപ്പിക്കും. ഇത്രയേ ഉള്ളൂ, അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. ഇതിനിടയ്ക്ക് ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ, പറയാൻ വിട്ടുപോയതാണ്. അതിൽ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് അടിച്ചെടുത്ത് ഒഴിക്കുമ്പോൾ നല്ല കൊഴുപ്പാണ് കറിക്ക്. ഇതിന് വേണ്ടിയിട്ടാണ് അവളിങ്ങനെ ചെയ്യുന്നത്. നല്ല അടിപൊളി കറിയോ കേട്ടോ, നല്ല ടേസ്റ്റാന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. ചിക്കൻ കറി മാത്രമല്ല ചിക്കൻ വറുത്തതും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ സൈറാമണും ഭർത്താവും കൂടെ കൂട്ടുകൂടി ചിക്കൻ കാലൊക്കെ കടിച്ച് കുറച്ച് വലിച്ചു. ഇപ്പൊ അവിടെ അങ്ങോട്ട് വിരിച്ചതേ ഉള്ളൂ, എല്ലാം കുളവാക്കുവോ? സൈറാപ്പണ്ണി എവിടെയാണോ കിടക്കുന്നത്? ഓടിക്കോ ഓടിക്കോ. ഇന്ന് ഞാൻ അപ്പയുടെ കൂടെ കഴിച്ചിട്ട് കപ്പയും ചിക്കൻ കറി അടിച്ചു പോയിട്ട് കിടക്കാൻ പോവാ. അപ്പൻ്റെ പോലെ ഹൈ ഫ്രണ്ട്സ്, ഇത്രയും പണി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ. ബൈ ബൈ. ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ വ്ളോഗ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ഇവരെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും, ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അപ്പോൾ എന്നെ അനുകരിക്കുന്നത് ഞാനൊന്ന് നിങ്ങളെ കാണിച്ചു തന്നതേ ഉള്ളൂ. അങ്ങനെ തന്നെ ഇവിടെ രാവിലെ എഴുന്നേറ്റ് വാപ്പിച്ചിട്ട് പൂന്തോട്ടമൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ്. നല്ല അടിപൊളി പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നു. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും തൻ്റെ ഫസീന ഇവിടെ കാപ്പിയൊക്കെ റെഡിയാക്കി കേട്ടോ. ഒത്തിരി ഒന്നും താമസിച്ചില്ല ഞാൻ എഴുന്നേക്കാൻ, എന്നാലും അവൾ വളരെ നേരത്തെ എഴുന്നേറ്റു. നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോഴല്ലേ 10-15 മിനിറ്റ് കൂടുതൽ കിടക്കാൻ പറ്റുള്ളൂ, അങ്ങനെ കിടന്നതാണ്. കാപ്പിക്കായിട്ട് ഇവിടെ ഇടിയപ്പവും ചിക്കൻ കറിയും. ഇടിയപ്പം ഇന്ന് രാവിലെ ഉണ്ടാക്കിയതും ചിക്കൻ കറി ഇന്നലെ രാത്രി വെച്ചതും. അങ്ങനെ അടിപൊളിയായിട്ട് കാപ്പിയൊക്കെ ആയി. മക്കളൊന്നും എഴുന്നേറ്റില്ലായിരുന്നു. ഇച്ചപ്പനാണ് ആദ്യം എഴുന്നേറ്റ് വന്ന്, അവനെയും കളിപ്പിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഹായ് ഹായ് വെച്ച് ഹായ് വെച്ച് എന്നാടി 7:30 പോന്നു. രാവിലെ ഇവിടെ എഴുന്നേറ്റിട്ട് ഫോൺ അയച്ചെന്നെ പിള്ളേരൊന്നും അയച്ചില്ല. ഹായ് കുക്കുവേ വിളിച്ച്, കുക്കുവേ മുത്തയച്ചേ, കുക്കുവേ വിളിച്ച്. അപ്പു എന്തിയേ?
അപ്പു എന്തിയേ? അപ്പു എന്തിയേ? ഇവിടെയോ? ബാ. അങ്ങനെ മക്കളൊക്കെ എഴുന്നേറ്റ് വന്നിട്ട് കാപ്പൊടിക്കാനിരുന്നാണ്. ഇനി ഫത്തായിനെ പള്ളി വിടണം. അതുകൊണ്ട് തന്നെ പള്ളി വിട്ടിട്ട് കയറി പോകണം. വീട്ടിലെ കേക്ക് ഓർഡർ വന്നിരിക്കുന്നതിൻ്റെ പകുതിയെ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഐസിങ് ഒക്കെ ചെയ്ത് കേക്ക് കൊടുക്കേണ്ടതാണ് രാവിലെ തന്നെ. നാളെ ഇനിയിപ്പോൾ സ്കൂൾ ഓർക്കും. അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പകുതി സാധനങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചിട്ടുള്ളൂ. ഇറങ്ങി പോകുമ്പോൾ ഇച്ചപ്പൻ കരിയാതിരിക്കാൻ വേണ്ടി ഇച്ചപ്പന് ബുദ്ധിപൂർവ്വം മക്കൾ മുട്ടായൊക്കെ കൊടുത്ത് നിർത്തിയേക്കാണ്. അങ്ങനെ സൈറാ മോൾക്കും ഇച്ചപ്പനും ഒക്കെ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയേട്ടോ വീട്ടിലേക്ക്. നേരെ വീട്ടിൽ വന്ന് കേക്ക് ഓർഡറൊക്കെ കൊടുത്ത് വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ മക്കൾക്ക് ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് മക്കളെ കൊണ്ടുപോയി. സൈറാ മോൾക്ക് ഒരു കുഞ്ഞ് ബാഗ് എടുത്തു കേട്ടോ. അവൾ ഈ വർഷം ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അവൾക്കും കൂടി ഒരു കുഞ്ഞ് ബാഗ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ബാഗിനൊപ്പം കിട്ടിയ കളിപ്പാട്ടമാണ് കേട്ടോ ഇത്. ഇച്ചപ്പനും ബാഗ് സൈറാ മോൾക്കും ഇവിടെ നമ്മൾ ബാഗ് എടുത്തിട്ടില്ല. നാളെ സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായതുകൊണ്ട് അവൻ തൂക്കുവാലമൊക്കെ നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ വണ്ടികളും ആളുകളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്ന്. കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങളോട് പറഞ്ഞായിരുന്നു സീഡ് എന്ന സൊസൈറ്റിയിൽ നിന്നും കുറേയൊക്കെ സബ്സിഡി സാധനങ്ങൾ കിട്ടുമെന്ന്. അങ്ങനെ ഈ പ്രാവശ്യം വന്നേക്കുന്നത് പഠനോപകരണങ്ങളാണ്. നമ്മൾ 1000 രൂപ അടയ്ക്കുമ്പോൾ 2000 രൂപയുടെ സാധനങ്ങൾ അവർ നമുക്ക് തരും. അതുകൊണ്ട് തന്നെ കുക്കുമോൾക്ക് ഇവിടെ ബാഗ് എടുത്തിരുന്നില്ല. ഈ സീഡ് സൊസൈറ്റി കിട്ടിയ ബാഗ് നല്ല ബാഗായിരുന്നു. നല്ല കിട്ടിയ എല്ലാ സാധനങ്ങളും നല്ല സാധനങ്ങളായിരുന്നു. നമുക്ക് ലാഭമാണ് ഈ കിറ്റ്. ഞാൻ കിറ്റിൽ കിട്ടിയ സാധനങ്ങളാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഡിസൈറിന്റെ അടിപൊളി കമ്പനി ബാഗ്, പുസ്തകവും ബുക്കും ഒക്കെ പൊതിയുന്ന ഒരു പേപ്പർ, ഒരു ഷീറ്റ് നെയിം സ്ലിപ്പ്, 7 വലിയ ബുക്കുകൾ, ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ്, ഒരു ബോട്ടില്, ഒരു കുട, ഒരു പാക്കറ്റ് പേന, ഒരു പാക്കറ്റ് പെൻസില്, ലഞ്ച് ബോക്സ്, ഇത്രയും സാധനങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പോയാലും ഈ സാധനങ്ങൾ ലാഭം തന്നെയാണ്. ഞങ്ങൾ ഇവിടെ ഫത്തായ കമ്പനിയുടെ ഒരു ബാഗ് എടുത്തപ്പോൾ തന്നെ 1000 രൂപയ്ക്ക് അടുത്തായി. അതുകൊണ്ട് തന്നെ ഇത് 32,000 രൂപയുടെ സാധനങ്ങളുള്ള ഒരു അടിപൊളി കിറ്റായിരുന്നു. ഈ കിറ്റ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കിട്ടുമെന്ന് പറഞ്ഞെങ്കിലും കറക്റ്റ് ഈ സ്കൂൾ തുറക്കുന്നതിന് തലേന്ന് കിട്ടുമെന്ന് തന്നെ ഓർത്തില്ല കേട്ടോ. അതൊരു ലക്ക് തന്നെയാണ്. സാധാരണ സീഡിൻ്റെ സാധനങ്ങൾ കിട്ടാനായിട്ട് കുറച്ച് താമസം വരും. എന്താണേലും ഭാഗ്യമെന്ന് പറയാം. സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസമായി ഇന്ന് തന്നെ ഇതെല്ലാം കിട്ടി. ഇനി ബാക്കി വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കേട്ടോ നമ്മൾ. അപ്പം ഇനി നാളെ സ്കൂൾ തുറക്കുന്ന സന്തോഷത്തിലാണ് മക്കളൊക്കെ. ഇവിടെ മാത്രമല്ല എല്ലാ മക്കളും വളരെ സന്തോഷത്തിലാണ്. നിന്ന് സിറ്റിയിൽ നമുക്ക് ഇറങ്ങിയപ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ എന്ത് കുട്ടികളാണെന്നറിയാം. വളരെ ഹാപ്പി ആയിട്ട് വന്ന് ബാഗൊക്കെ എന്തൊക്കെയുള്ളതൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ പോകുന്ന കാണുമ്പോൾ തന്നെ അറിയാം അവർ ഭയങ്കര ഹാപ്പിയാണെന്ന്. കിട്ടിയ ബുക്കൊക്കെ ബാക്കി ഇവിടെ പൊതിയാനൊക്കെ ഉണ്ട്. അതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു രാത്രിയിൽ. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് റെസിപ്പി വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ കുഞ്ഞു വീട്ടുവിശേഷങ്ങളൊക്കെയാണ് കാണിച്ചേക്കുന്നത്. എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.